പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് നേരെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് നേരെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ശനിയാഴ്ച ദിവസത്തിൽ മെയ് മാസത്തിൻ്റെ അവസാന ദിവസമാണെന്ന് 31-ാം തീയതി. മെയ് മാസ വണക്കം അവസാനിക്കുന്ന ദിവസം. നാളെയും പ്രത്യേകതയുള്ള ദിവസമാണ്. നാളെ സ്വർഗാരോഹണ തിരുനാൾ ദിവസമാണ്. ശനിയാഴ്ച സന്ധ്യയാകുമ്പോൾ നമ്മൾ പിറ്റേ ഞായറാഴ്ചത്തെ ദിവസം ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെയും ചേർത്ത് വെച്ച് കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മൾ നടത്തിയ മരിയൻ സമർപ്പണത്തെ അത് പരിപൂർണതയിലെത്താൻ വേണ്ടി ആഗ്രഹിച്ച് ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈശോയുടെ ആ സ്വർഗാരോഹണത്തിൻ്റെ ശുദ്ധി നമുക്ക് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ വസിക്കുന്ന തമ്പുരാൻ കർത്താവ്, പുത്രനായ തമ്പുരാൻ കർത്താവിൻ്റെ പ്രാർത്ഥനകളുടെയും യാചനകളുടെയും അവിടുത്തെ പാടുപീഠകളുടെയും അഭിഷേകം, പാടുപീഠകളുടെ ഓർമ്മകളുടെ അഭിഷേകം നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്താം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദിവ്യകാരുണ്യനാഥനായ ഈശോ നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കലിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. അല്പം തിരക്കുകളിലായിരിക്കുന്ന വ്യക്തികൾ ശാന്തമായ ഇടങ്ങളിലേക്ക് മാറി നിൽക്കുവാനും ദൈവസന്നിധിയിൽ ദൈവാശ്രയബോധത്തോടുകൂടെ ദൈവ സാന്നിധ്യ അവബോധത്തോടുകൂടെ ആയിരിക്കുവാനും ശാന്തമായിരിക്കുവാനും ആഗ്രഹിക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കുക. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഈ ഒരു മാസക്കാലം ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയാം. ഈ മാസത്തിൽ ലഭിച്ച എല്ലാ നന്മകളെയും, പുതിയ നന്മകൾ നമുക്ക് ലഭിച്ച എല്ലാത്തിനും നന്ദി പറയാം. ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും ഓർത്ത് നന്ദി പറയാം. വരാനിരിക്കുന്ന മാസത്തെ മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാളെ നമ്മൾ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈശ്വര സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ സ്വർഗീയമായ അഭിഷേകം തുടർന്നുള്ള എല്ലാ കാലങ്ങളിലും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, അത് നമ്മളുടെ ഹൃദയത്തിലുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കും. അവരുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മ ജ്വാല നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദുഃഖങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, വേദനകളിലേക്ക് എല്ലാം കടന്നു ചെന്ന് ഈശോ അതെല്ലാം എടുത്തു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പകരം സന്തോഷവും സമാധാനവും കൊണ്ട് എല്ലാ മക്കളെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്ന യെശയ്യാ 41:10 വചനത്തിൻ്റെ അഭിഷേകം എല്ലാവരിലേക്ക് അയച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. അളിലി 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 ഈശോയെ നന്ദി. അളിലി 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 വലിയ അഭിഷേകം എല്ലാ മക്കളിലേക്ക് അയച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കുകയും വിശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. അന്ധകാര ശക്തികളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുപോടെ നൽപ്പിക്കുന്നു. പൂർണ്ണമായ വിടുതൽ മോചനം നൽകി അനുഗ്രഹിക്കുന്നു. സക്കറിയ 2:5 സംരക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു. ഞാൻ അതിൻ്റെ ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കുന്ന വചനത്തിൻ്റെ അഭിഷേകം ഈ മക്കളിലേക്ക് അയച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, സ്തുതി, നന്ദി. അളിലി അളിലി. നമ്മൾ സ്വർഗാരോഹണ തിരുനാളിൻ്റെ വായനയിലേക്ക് പോകുമ്പോൾ ഈശോ പറയുന്നു, നിങ്ങൾ ജെറുസലേമിൽ തന്നെ ആയിരിക്കണം. സ്വർഗാരോഹണത്തിന് മുൻപ് ഈശോ അവർക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷനാണ്, നിങ്ങൾ ജെറുസലേമിൽ തന്നെ ആയിരിക്കുക. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നതുവരെ ജെറുസലേമിൽ തന്നെ ആയിരിക്കുക. എന്നിട്ട് അവിടെ നിന്ന് അവരെ കൂട്ടിക്കൊണ്ട് സ്വർഗാരോഹണത്തിന് വേണ്ടി ബഥാനിയിലേക്ക് പോകുന്നുണ്ട്. ബഥാനിയിൽ വെച്ചിട്ടാണ് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നത്. ബഥാനിയിലേക്ക് പോയി. ആ ബഥാനിയിലേക്ക് പോയി അവിടെ വെച്ച് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നു. അതെല്ലാം ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ശിഷ്യന്മാർ പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ബഥാനിയിൽ തിരിച്ച് ജെറുസലേമിലേക്ക് വരുന്നു. കാരണം ഈശോ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജെറുസലേമിലേക്ക് തന്നെ ജെറുസലേമിൽ തന്നെ ആയിരിക്കണമെന്ന് ഈശോ അവരോട് ഇൻസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറുസലേമിൽ തന്നെ ആയിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും വചനം ചേർത്ത് വയ്ക്കുന്നുണ്ട്. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിച്ചുകൂട്ടി. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ജെറുസലേം ദേവാലയത്തിൽ കഴിച്ചുകൂട്ടി. ദൈവമുള്ള ഇടത്താണ്, അതാണ് ജെറുസലേം. ദൈവത്തിൻ്റെ നഗരമാണ് ജെറുസലേം. പിതാക്കന്മാരിലൂടെ കിട്ടിയ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ജെറുസലേം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണ് ജെറുസലേമിൻ്റെ പ്രത്യേകത. ആ ദൈവസാന്നിധ്യ അവബോധമുള്ള ആ സ്ഥലത്ത് ആയിരിക്കാനായിട്ട് ഈശോ പറയുകയാണ്. പരിശുദ്ധാത്മാ നിറവിന് വേണ്ടി ഒരുങ്ങാൻ അവരെ ഈശോ
ഈശോ അവരെ പ്രത്യേകമായി ഇൻസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർ അതുപോലെ തന്നെ ചെയ്തു. പിറ്റേ ആഴ്ച അവരിൽ പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് അവരുയർന്നു. പെന്തക്കോസ്ത തിരുനാളിൻ്റെ അഭിഷേകം അവരിൽ നിറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാഭിഷേകത്തിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മ നിറവിലായിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥനയിലായിരിക്കണം. ലോകാരൂപിയിൽപ്പെട്ട് ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽപ്പെട്ട് പല പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് നമ്മൾ പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ നമ്മൾ ദൈവികമായ സഭാത്മകമായ ശുശ്രൂഷകളിൽ തന്നെ ആയിരിക്കുമ്പോഴും പലപ്പോഴും അതൊരു ലോകാരൂപി പോലെ ആയിത്തീരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതിൻ്റെ കാരണം, അത് നമുക്ക് ഡ്രൈനെസ്സിനും അരിഡിറ്റിക്കും ഒക്കെ കാരണമാകുന്നതിൻ്റെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അത് ദൈവസാന്നിധ്യ അവബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവസാന്നിധ്യത്തിൽ നമുക്കിരിക്കാൻ പറ്റാത്തത് കൊണ്ടും ആണ്. ആകയാൽ നമുക്ക് കൂടുതലായി ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. കൂടുതൽ സമയം ദൈവസന്നിധിയിലിരുന്നു കൊണ്ട് സദാസമയവും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥന കൊണ്ടുവരാൻ, എല്ലാ കാര്യങ്ങളിലും യേശുനാമം കൊണ്ടുവരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം. പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ഇന്നേ ദിവസം ദാഹിക്കാം. പ്രത്യേകിച്ച് സ്വർഗത്തിലെത്തിയ ഈശോ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മളെ ഓരോരുത്തരെയും അവിടെ നിന്ന് പേര് ചൊല്ലി വിളിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ സ്തുതിച്ച് നമ്മൾ ഈ ആരാധന അവസാനിപ്പിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥനെല്ലാം വിട്ടുകൊടുക്കാം. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യത്താൽ, അഭിഷേകത്താൽ ഈ മെയ് മാസത്തിൻ്റെ അവസാന ദിവസത്തിൽ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ ശക്തമായ കൃപാവരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതെല്ലാം നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ, അടുത്ത ആഴ്ചകളിലും, അടുത്ത മാസങ്ങളിലും, അടുത്ത വർഷങ്ങളിലും നമുക്ക് ആവശ്യമുള്ള എല്ലാ കൃപാവരങ്ങളും ആഗ്രഹിച്ച് അതെല്ലാം ഈശോയുടെ പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടെ ഒരുമിച്ച് ചേർന്ന കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ശക്തനായ ദൈവമേ, ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ചേർത്ത് ഇപ്പോൾ പരിശുദ്ധ കുർബാനയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഈശോയുടെ തിരുരക്തം കൊണ്ട്, ഈശോയുടെ തിരുക്കുരിശിൻ്റെ യോഗ്യതകളാൽ ഇവരെ എല്ലാവരും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. അന്ധകാര നാരിക വൈശാചിക ദുഷ്ടശക്തികളെ ശാസിക്കുകയും ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. വിട്ടുപോട്ടെയും നികൽപ്പിക്കുന്ന രോഗങ്ങളിൽ നിന്ന് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുക്തി നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥകളിൽ വിട്ടുപോട്ടെയും നികൽപ്പിക്കുന്നു. ഉച്ചമുളങ്കാലുള്ള സകല ശരീരാവയങ്ങളിൽ നിന്നും ആത്മാവ്, ശരീരം, മനസ്സ്, ബുദ്ധി, ഓർമ്മ, ബോധം, മനസ്സബോധവന സമസ്ത മേഖലകളിൽ നിന്നും ഈ മക്കൾക്ക് സ്വസ്ഥത ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മേഖലകളിൽ നിന്ന് രോഗാവസ്ഥകളെ പിതാവിന്റെ പുത്രനെയും പരിശുദ്ധാത്മാവിൽ ശാസിക്കുകയും ബന്ധിക്കുകയും എടുത്തു മാറ്റുകയും ചെയ്യുന്നു. രക്തം ശുദ്ധീകരിക്കുന്നു. പൈശാചിക രോഗങ്ങളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുപോടെയും ഏൽപ്പിക്കുന്നു. പൂർണ്ണമായ വിടുതൽ മോചനവും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന എൻ്റെ മക്കൾക്ക് നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ പ്രാർത്ഥിക്കുന്നു. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആത്മാവിന്നകതാരിനുള്ളിൽ അഭിഷേക നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെയും ഹൃദയം വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെയും ഹൃദയം വഴിയായി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.